ചാവക്കാട് ദേശീയപാത 66 വിള്ളൽ. മണ്ണത്തല മേൽപ്പാലത്തിന് മുകളിലെ റോഡിലാണ് വിള്ളലുണ്ടായത്. 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളലുണ്ടായി. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അധികൃതർ ടാറിട്ട് വിള്ളൽ മൂടി. പണി നടക്കുന്ന സ്ഥലത്തുണ്ടായ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാരാണ് മൊബൈലിൽ പകർത്തിയത്. റോഡ് തകർന്നതിൽ മഴയെ പഴിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. വയൽ നികത്താൻ അമിതമായി മണ്ണിട്ടത് മൂലമുള്ള സമ്മർദ്ദം കാരണം അടിത്തറയിലെ വയൽ മണ്ണ് തെന്നി നീങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് മലപ്പുറം കലക്ടർ VR വിനോദ് പറഞ്ഞു. അപകടത്തിന്റെ കാരണമറിയാനും പരിഹാരം നിർദ്ദേശിക്കുവാനും ദേശീയപാത അതോറിറ്റിയുടെ 3 അംഗ സ്വതന്ത്ര സംഘം മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇന്ന് പരിശോധന നടത്തും. ഇന്നു തന്നെ റിപ്പോർട്ട് ലഭിക്കുമെന്നും അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും കലക്ടർ അറിയിച്ചു. അപകടമുണ്ടായ സ്ഥലത്തുനിന്ന് ഇരുഭാഗത്തേക്കും റോഡിൽ ഇന്നലെ വിള്ളൽ വ്യാപിച്ചിട്ടുണ്ട്. കൂരിയാട് ദേശീയപാത 66 നിർമ്മാണം അവസാന ഘട്ടത്തിലുള്ള ഭാഗത്ത് 250 മീറ്ററോളം റോഡും സർവീസ് റോഡുമാണ് ഇടിഞ്ഞു താണത്. ദേശീയപാത വയലിലൂടെ കടന്നുപോകുന്ന ഭാഗത്താണ് സംഭവമുണ്ടായത്. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിന് മുകളിലേക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 ഇന്റർലോക്ക് കട്ടകൾ ഇടിഞ്ഞു വീണ് 3 കുട്ടികളടക്കം 8 പേർക്ക് നിസ്സാര പരിക്കേറ്റിരുന്നു. കാറിന്റെ മുൻവശവും ചില്ലും തകർന്നു. കൂരിയാട് അപകടമുണ്ടായ ഭാഗത്തുനിന്ന് 4 കിലോമീറ്റർ അകലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. 10 മീറ്ററോളം നീളത്തിലായിരുന്നു വിള്ളൽ. ഇവിടെയും വയലിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച റോഡാണ്. പ്രദേശവാസികളും യാത്രക്കാരുമാണ് വിള്ളൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് കരാറുകാരുടെ തൊഴിലാളികളെത്തി വിള്ളൽ അടയ്ക്കുകയായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 4 ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 2 ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ്. ഇന്ന് എടരിക്കോട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഓഫീസിലേക്കാണ്. കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ ഞങ്ങൾ സമരം ചെയ്തത് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുടെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കും, ഇവിടുന്ന് 100 മീറ്റർ അപ്പുറയാണ് കൂരിയാട് ആ പാലം തകർന്നു വീണ് റോഡിൽ വിള്ളലുണ്ടായത്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു യുവജന സംഘടന ചോദിക്കുന്നത് തെറ്റാണോ? അപ്പോഴാണ് ഇവിടുത്തെ ഒരു SHO, പിണറായിയുടെ എച്ചിൽ നിൽക്കുന്ന കാക്കിയിട്ട ഒരു SHO, ആ SHO വന്ന് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കുവാണ്. അവൻ പറയണടുത്ത് ഞങ്ങൾ സമരം നടത്തണം, അവൻ പറയണടുത്ത് ഞങ്ങൾ തുടങ്ങണം, അവൻ പറയണടുത്ത് ഞങ്ങൾ തീർക്കണം. എടോ SHO, അതൊക്കെ അങ്ങ് പിണറായിയുടെ പാലാട്ടികളുണ്ടല്ലോ, DYFI, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അടുത്തിട്ട് വേണ്ട. എന്നിട്ട് അവൻ എടോ പോടോ വിളി, അവന് അടിച്ചങ്ങ് ശരിയാക്കും. അടിക്കാനിങ്ങ് വാടോ, അടി ഒരുപാട് കണ്ടതാ, അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല. ഈ സമരം ഇത് നാടിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ 14 റീൽസ്, ഈ മലപ്പുറം ജില്ലയിലൂടെ 14 റീൽസ് എടുത്തു കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി, 3 റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി. ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം ഈ PWD മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിന്റെ 7 അയൽവക്കത്ത് വന്നിട്ടുണ്ടോ? ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ റോഡിന്റെ 7 അയൽവക്കത്ത് വന്നിട്ടുണ്ടോ? അതും മാത്രമല്ല, PWD മന്ത്രി പറഞ്ഞെന്താ, ഞാനും PWDയുടെ ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും, ഇൻസ്പെക്ഷൻ നടത്തും, റോഡിന്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി റീൽസും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞപ്പോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ പറ. യൂത്ത് കോൺഗ്രസ് എന്നുള്ളൊരു യുവജന സംഘടന ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? കഴിഞ്ഞ ദിവസം തന്നെ കൂരിയാട് ഒരു അല്പം കൂടി മാറിയായിരുന്നെങ്കിൽ 3 ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. 2 കാറുകൾ, ആ 2 കാറുകളുടെ മേലേട്ടാണ് ആ പാലം ഇടിഞ്ഞു വീഴുന്നത്. കാഞ്ഞങ്ങാട് തന്നെ സംഭവം ഉണ്ടായി. ഈ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഭവം ഉണ്ടായി. ഇപ്പൊ ഏതായാലും ക്രെഡിറ്റ് ആരുമില്ല, ക്രെഡിറ്റ് അടിച്ചവർ ആരുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാതയാണ്. മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിന്റെ
ദേശീയപാതയാണ്. പക്ഷേ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആണെന്നാണ്. പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ റിയാസ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു റോളുമില്ല, ഇത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടത്തുന്നത് എന്നാണ്. ഈ ചക്കളത്തി പോരാട്ടവും ഇവരുടെ ക്രെഡിറ്റ് അടിക്കാനുള്ള ഈ ഒരു വ്യഗ്രതയുമാണ് ഇന്നിവിടെ പൊളിഞ്ഞു വീഴുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി ഏതു വിധേനയും ഈ വർക്ക് മഴ പെയ്താലും മഴ തീർന്നില്ലെങ്കിലും ഇത് തീർക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പണിയുടെ ഗുണനിലവാരം പരിശോധിച്ചില്ല. ഈ പണി ഈ കേരളത്തിലുടനീളം പണിതതിന്റെ ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല. മണ്ണ് മാഫിയ സംഘത്തിന് മണ്ണെടുക്കാൻ കൊടുത്തു. മണ്ണെടുത്തത് കോമ്പാക്ട് ചെയ്തില്ല. അങ്ങനെ കോമ്പാക്ട് ചെയ്യാത്ത 100 കണക്കിന് സ്ഥലങ്ങൾ ഈ ദേശീയപാതയുടെ സൈഡിലും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പെയ്തത് കാലവർഷം തുടങ്ങിയിട്ടില്ല. കാലവർഷം തുടങ്ങിയാൽ ഇനി പെയ്യാൻ പോകുന്നത് പേമാരിയാണ്. ആ പേമാരിയിൽ ഈ ദേശീയപാതയുടെ എവിടെയൊക്കെ പൊളിയുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ആ ആശങ്ക കൂടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത്. ഈ സമരത്തിന്റെ പ്രധാന ആവശ്യം ദേശീയപാതയുടെ ഗുണനിലവാരം പുനർപരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പൊ പണിഞ്ഞിരിക്കുന്ന ദേശീയപാതയുടെ ഗുണനിലവാരം പുനഃപരിശോധിക്കണം. എല്ലായിടത്തും സോയിൽ ടെസ്റ്റിംഗ് നടത്തണം. എല്ലായിടത്തും ബിറ്റുമൻ ടെസ്റ്റിംഗ് നടത്തണം. യഥാർത്ഥത്തിലുള്ള കോമ്പാക്ഷൻ നടത്തിയിട്ടുണ്ടോ എന്നറിയണം. ഈ ആവശ്യം ഉന്നയിക്കുന്ന ഒരു തെറ്റാണോ? ഒരു മഴ വരുന്നതിന് മുമ്പ് ഈ ദേശീയപാതയുടെ ഗുണനിലവാരം ഇപ്പോഴുണ്ടായ അപകടത്തിന്റെ പേരിൽ പുനർപരിശോധിക്കണം എന്ന് പറയുന്നത് തെറ്റാണോ? ഇത്രയും ന്യായമായ ആവശ്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. പക്ഷെ കേരളത്തിലെ പോലീസിനോടൊന്ന് പറഞ്ഞേക്കാം, ഇതിപ്പോ മെയ് മാസമായി, കൃത്യം 1 വർഷത്തോടെ കഴിഞ്ഞ് ഈ കേരളത്തിൽ മെയ് മാസത്തിന്റെ പൊൻപുലരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് കേരളത്തിന്റെ രാജ്ഭവനിൽ UDFന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നിന്നെയൊക്കെ ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കേരളത്തിലെ പിണറായിയുടെ 2 ഉണക്ക പോലീസും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഇവിടുത്തെ ധാർമ്മികമായ ന്യായമായ സമരത്തെ അടിച്ചൊതുക്കാം എന്നാണ് നോക്കുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ഈ സമരം ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്.